വെരി ഗുഡ് ഈവനിങ് ടു എവ്രിവൺ. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ ദം ബിരിയാണി നമുക്ക് ഉണ്ടാക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ ഒരു 1.25 കിലോ ചിക്കന് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കും. അതായത് പുളിയില്ലാത്ത തൈര്, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി അതിനകത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ഈ പുളിയില്ലാത്ത തൈരിൽ ചിക്കൻ്റെ ഇറച്ചി കുറച്ച് സോഫ്റ്റ് ആകാനായിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അതൊരു 10 മിനിറ്റ് അങ്ങനെ വെക്കണം. പിന്നെ നമുക്ക് ചിക്കൻ്റെ കറി ആദ്യം ഉണ്ടാക്കണമല്ലോ, അതിന് ആവശ്യമുള്ളതാണ് ഇതൊക്കെ. അതായത് നമുക്ക് ആവശ്യമുള്ള ഒണിയൻ 2-3 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ടൊമാറ്റോ, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ഞാൻ സെലറി ഇതിനു വേണ്ടിയല്ല, സെലറി ഞാൻ ബിരിയാണിക്കകത്ത് ഇടാൻ വേണ്ടിയാണ്, റൈസിനകത്ത് ഇടാൻ വേണ്ടിയാണ്. ഇതിനകത്ത് പുതിനയില, മല്ലിയില ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ സെലറി പിന്നെ ബിരിയാണി റൈസിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, ഇത്രയും വേണം. ഇപ്പോൾ കുറച്ച് വെള്ളം വേണം, കുറച്ച് നെയ്യ് വേണം, പിന്നെ വെളിച്ചെണ്ണ വേണം, പിന്നെ കുറച്ച് അജ്വൈൻ അയമോദകം കുറച്ച് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്തിടാനായിട്ട്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ചിക്കൻ കറിക്ക് വേണം. പിന്നെ ഞാൻ നേരത്തെ നമ്മുടെ ബസുമതി റൈസ് ഞാൻ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ പട്ട, ഗ്രാമ്പു അതെല്ലാം ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് അര വേവിൽ ഞാൻ വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ആദ്യം, ചിക്കൻ്റെ ഗ്രേവിയും ചിക്കൻ കറി ആദ്യം ഉണ്ടാക്കാം. ഓക്കെ, ആദ്യം ഇങ്ങനെ ചൂടുകട്ടിയുള്ള ഒരു ഉരുളി എടുത്തു. നമുക്കിതിനെ ഒന്ന് കത്തിക്കാം. നമുക്കിതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒരു 1-2 സ്പൂൺ ഒഴിക്കുക. കുറച്ച് നെയ്യൂടെ ചേർക്കുക, കുറച്ച് നെയ്യ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇച്ചിരി ഗരം മസാലയും ഒക്കെ ചേർക്കാം. ഇച്ചിരി ജീരകം, പെരുംജീരകം 2 സ്പൂൺ ചെറുതീയിൽ വയ്ക്കുക. ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഇടുക. ഹൈ സ്പീഡിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റണം. ഓക്കെ, ഒന്ന് വഴറ്റട്ടെ. ഇതൊന്ന് വഴന്ന് ചെറുതായിട്ടൊന്ന് ഇതായി കഴിയുമ്പം ഉള്ളിയും ടൊമാറ്റോയും എല്ലാം കൂടെ അങ്ങിടുക. നമുക്കിതിന് ഇച്ചിരി ഗ്രേവി വേണം. ആ ഗ്രേവി ഉണ്ടെങ്കിലേ നമുക്ക് ബിരിയാണിയുടെ ഇടയ്ക്കിടയ്ക്ക് ദം ഇടാൻ വേണ്ടി ലെയറായിട്ട് ഇട്ട് വേണം. അതുകൊണ്ട് ഇച്ചിരി ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ വേകാനായിട്ട് ഒരു 15 മിനിറ്റ് മതി. ഞാൻ മൂടി വയ്ക്കാം. പിന്നെ നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് നമ്മൾ പപ്പടം കാച്ചി അത് മാറ്റി വെക്കണം. ബാക്കി ഇതിനകത്ത് നെയ്യും ഒക്കെ ഉള്ള എണ്ണ അവിടെ വെക്കണം. കാരണം നമുക്ക് ഇനിയും ഇതിനെ ദം ചെയ്യുമ്പം കുക്കറിനകത്താണ് ദം ചെയ്യുന്നത്. ദം ചെയ്യുമ്പോൾ ഇങ്ങനെ ലെയർ ആയിട്ട് ഇടണം. ചിക്കൻ കറി ചോറും ലെയർ ആയിട്ട് ഇട്ടിട്ട് ദോശക്കല്ല് അടുപ്പേ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ അതിനെ പ്രീഹീറ്റ് ചെയ്തിടണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുക്കർ വെച്ച് കുക്കറിൽ ലെയർ ആയിട്ടിട്ട് അതിനെ ദം ചെയ്യണം 10 മിനിറ്റ്. അപ്പം ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്ത് മാറ്റി വെക്കണം. ഇതിനൊരു 10 മിനിറ്റ് കൂടെ വേണ്ടി വരും. ചിക്കൻ്റെ ഇതൊന്ന് വഴലട്ടെ കേട്ടോ. അന്നേരത്തേന് നമുക്ക് ബിരിയാണിയുടെ കൂടെ കഴിക്കാനായിട്ട് സാലഡിനുള്ളത് തൈരിനകത്ത് ഞാൻ വെജിറ്റബിൾ അരിഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ടില്ല, ഉപ്പ് ഇട്ടവിടെ വെച്ചിട്ടുണ്ട്. കഴിക്കാറാകുമ്പോൾ മിക്സ് ചെയ്യണം. ഇത് നമ്മുടെ ഉള്ളി നീളത്തിൽ കനം കുറച്ചരിഞ്ഞ് അത് വറുത്ത്, ഉള്ളി, കിസ്മിസ്, അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചേക്കുവാണ്. അത് രണ്ടും മാറ്റി വെച്ചേക്കണം. അതുപോലെ റൈസ് നമ്മൾ വേവിച്ച് വെച്ചേക്കണം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കരിഞ്ഞു പോകരുത്. ഈ സെലറി നമുക്ക് ചെറുതായിട്ട് ഇതിനകത്ത് ഇടാം. ഇതിലിടാം, പകുതി നമുക്ക് ബിരിയാണി റൈസിൻ്റെ ഇടയ്ക്കൊക്കെ ഇടാം. അപ്പോൾ ഈ ബാക്കി സെലറി ബിരിയാണി റൈസിനകത്തിടുന്ന ഞാൻ ചെറുതായിട്ടൊന്ന് വഴറ്റി ഇതിനകത്തോട്ട് വാരിയെടുക്കുകയാണ്.
ഇത് അല്ലെങ്കിൽ പച്ച ചുവയ്ക്കുമായിരിക്കും. ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഇത് റൈസിൻ്റെ ഇടയ്ക്ക് ഇടാനുള്ളത്. അത് ഞാൻ ഇതിനകത്തോട്ട് കോരിയെടുക്കും. ബാക്കി സെലറി ഞാൻ ഈ ചിക്കൻ കറിക്കകത്ത് ഇടാനെടുത്ത് കുറച്ച് മല്ലിയില സംഗതി ഇട്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ഇടാം. ഓക്കെ, ഈ പൊടികൾ അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടു. മല്ലിപ്പൊടിയൊക്കെ ഇപ്പം നമുക്ക് 2 കിലോ ഇല്ല ചിക്കൻ, അപ്പോൾ അതിനനുസരിച്ചുള്ളത് എടുക്കണം. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി, ഓക്കെ, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം. ഇനി അയമോദകം ഒഴിച്ചിട്ട് ഒരു 1 പിഞ്ച് എടുത്താൽ മതിയായിരിക്കും. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് അതിനെ ഇടുക. അപ്പം നമ്മുടെ വയറിനൊന്നും പ്രോബ്ലം വരികയില്ല. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ചിക്കൻ ഇടുക കേട്ടോ. ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഞാൻ ഇതിനകത്തോട്ടിടുക. ചെറിയ ഒരു ഗ്രേവി മതി, ഒത്തിരി വലിയ ഗ്രേവിയുടെ ആവശ്യമില്ല. കുറച്ചുകൂടെ ഒരു മല്ലിയില നടുക്ക് ചെറിയതായിട്ടൊരു കുഴി കുഴിച്ചിട്ട് നമുക്കിതിനെ കുറച്ചൊരു നെയ്ക്കകത്ത് വറുത്ത അതിൻ്റെ ബാക്കി ഇച്ചിരി നെയ്യും അതിൻ്റെ മുകളിലൊഴിക്കുക. ഇതിനെ മൂടി വയ്ക്കുക. വേഗം ഇതിനൊരു 15 മിനിറ്റ് വേണ്ടി വരും. ബിരിയാണി ഏത് പ്രോൺസിൻ്റെ ആണേലും ചിക്കൻ്റെ ആണേലും മട്ടൻ്റെ ആണേലും ഏതിൻ്റെ ബിരിയാണി ഉണ്ടാക്കിയാൽ അതിനെ ഒരു ബാലികേറാമലയായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. നമ്മൾ ചോറും കറിയും വെക്കുന്ന പോലെ തന്നെ ഉള്ള മൈൻഡോടുകൂടെ ആറ്റിറ്റ്യൂഡോടുകൂടെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ആദ്യം അതിൻ്റെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ട് നമുക്കിതിനെ ഒന്നിച്ചാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാറ്റിനും ഉപരി നമ്മൾ പ്രാർത്ഥനയോടുകൂടെ നമ്മളത് കുക്ക് ചെയ്യുമ്പം പ്രത്യേക ഒരു ടേസ്റ്റും പെട്ടെന്ന് ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും. എപ്പോഴും ഏതിൻ്റെ ബിരിയാണി ഉണ്ടാക്കിയാലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ജസ്റ്റ് അതിനെ പ്രോൺസ് ഒക്കെ ആണെങ്കിൽ അതിനെ ഒന്ന് വറുത്ത് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് അതിന് ശേഷം ഉണ്ടാക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇത് ഞാൻ ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, കറിയായിട്ട് ഉണ്ടാക്കുവാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നടുക്ക് ഞാനൊരു കുഴി കുത്തിയിട്ടുണ്ടായിരുന്നു, അപ്പം അടി പിടിക്കത്തില്ല. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിനി ഒന്ന് സിമ്മിൽ വെക്കാം. സിമ്മെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു മീഡിയം സിമ്മിൽ വെച്ചിട്ട് നമുക്ക് അതിനെ ഒന്ന് മൂടി വെച്ച് കുറച്ചുകൂടെ വേകണം. ഈ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ കേട്ടോ. നിങ്ങൾക്ക് നല്ലതായിട്ട് ഗ്രേവി കിട്ടണമെങ്കിൽ ഇച്ചിരി ഫ്രഷ് ക്രീം ആഡ് ചെയ്താൽ മതി, അല്ലെ കോൺഫ്ലവർ ഉണ്ട്, കോൺഫ്ലവർ ആഡ് ചെയ്താൽ മതി. ഇത് രണ്ടും കൂടെ ഇല്ല, അത് കാരണം ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇച്ചിരി പുളിയും കൂടെ ചേർക്കുക, ഒരു ശകലം നാരങ്ങ നീരൂടെ ചേർത്തു, കുറച്ച് ഗരം മസാലയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തു. തീരെ അങ്ങ് വെള്ളം വിട്ട് കിടക്കരുത്, ഒന്നൊന്ന് കുറുകി വരണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഓഫ് ചെയ്തു. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കതിനെ ഒന്ന് തുറക്കാം. ഇത് ഞാൻ കുക്കറിൽ വെച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് വെന്തേനെ. അത് വെന്തിട്ടുണ്ട്. നമുക്കപ്പം അതിനെ ദം ചെയ്യാം. ദം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ദോശ കല്ലോ അല്ലെ പഴയ ഒരു ചപ്പാത്തിയുടെ കല്ലോ എന്തെങ്കിലും ഒന്ന് പ്രീഹീറ്റ് ചെയ്തിടണം. പ്രീഹീറ്റ് ചെയ്തിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കുക്കർ എടുക്കണം. നല്ല ചുവട് കട്ടിയുള്ള കുക്കർ എടുത്ത് അതിനകത്തോട്ട് ലെയർ ആയിട്ട് ഇടണം. ആദ്യം ഇച്ചിരി നെയ്യ് ഞാൻ അതിനകത്ത് ഒഴിച്ചു, കുറച്ച് നെയ്യ് ഒഴിച്ചു. പിന്നെ നമ്മുടെ കറി ഇതിനകത്തോട്ട് ഒഴിക്കാം. കറി നമുക്ക് ഓരോ ചിക്കൻ പീസ് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ വെക്കണം. ലെയർ ആയിട്ട് ഇടണം. അതിൻ്റെ കൂടെ ഗ്രേവിയും കൂടെ അങ്ങ് ഒഴിച്ചോണം കേട്ടോ. ചിക്കൻ കറി നമ്മൾ ഇട്ടു. ഇനി നമുക്ക് ചോറ്, ഇത് ബസ്മതി അരി ഞാൻ വേവിച്ച് വെച്ചേക്കുന്നതാണ്. അതിനകത്ത് കറുവപ്പട്ടയൊക്കെ ഇട്ട് കുറച്ച് കുലുക്കി ഇടുക. ഇങ്ങനെ കുത്തി എടുത്തിട്ട് പൊത്തോന്നും പറഞ്ഞിടരുത്, അതിനെ ഒന്ന് കുലുക്കി ഒന്ന് സ്പ്രെഡ് ചെയ്തിടണം.
എല്ലാ വശത്തോട്ടും പോട്ടെ. ഇതിട്ടു. ഇനി നമുക്കിതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു. പിന്നെ ഇവിടെ ഇപ്പം കേസറില്ല, ഒരു കളറ് കിട്ടാനായിട്ട് കേസർ ഇച്ചിരി പാലിലൊഴിച്ച് അത് ഒഴിക്കാൻ പറ്റും. ഞാൻ അതില്ലാത്തതുകൊണ്ട് ഒഴിക്കുന്നില്ല. വേണമെങ്കിൽ മഞ്ഞൾ കലക്കി ഒഴിക്കാൻ പറ്റും, ഞാൻ അതും ഒഴിക്കുന്നില്ല. അപ്പോൾ ഇച്ചിരി നാരങ്ങ നീര് ഒഴിച്ചു. ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി ഇട്ടു. പിന്നെ ഗരം മസാല ഒരു ശകലം ഇട്ടാൽ മതി. നമ്മുടെ സെലറിയെ നമുക്ക് ഇടയ്ക്കിങ്ങനെ ഒന്നിടാം. കുറച്ച് മല്ലിയില, സെലറിയില, പിന്നെ ഈ ഉള്ളി, ഒണിയനും കിസ്മിസും എല്ലാം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇത് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചിക്കൻ ഇടുക. ലെയറായിട്ട് കൊടുക്കണം. എല്ലാ വശത്തോട്ടും ചിക്കൻ ഇടാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ ഗ്രേവി ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ഒഴിക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ റൈസ് ഇടുക. ഒന്നേ മുക്കാൽ കിലോ ചിക്കന്. ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി നെയ്യിട്ടു. ഇച്ചിരി നെയ്യ്, നാരങ്ങ നീര്, ഒരു ശകലം കുരുമുളക് പൊടി, ശകലം ഗരം മസാല, പിന്നെ സെലറി കുറച്ച്. സെലറിയുടെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ മല്ലിയിലയും പുതിന ഇലയും, സെലറിയുടെ ഇലയും വേണമെങ്കിൽ ചേർക്കാം. അതിൻ്റെ പുറമെ ഇച്ചിരി ഫ്രൈഡ് ഓണിയനും കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം കൂടി. പിന്നെ ഇതുപോലെ ചിക്കൻ. ഇനി അതുപോലെ ഇതിനകത്ത് കുറച്ച് ഗ്രേവിയും കൂടെ ഇടയ്ക്ക് ഒഴിക്കുക. ഇനി അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. കലത്തിനകത്ത് വെച്ചതുകൊണ്ട് ഇച്ചിരി അമങ്ങിയായിരിക്കുന്നു. പിന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇതിൽ പിന്നെ നെയ്യ് ഇച്ചിരി, നാരങ്ങ നീര്, കുരുമുളക് പൊടി, ഇച്ചിരി ഗരം മസാല, ഇലകൾ. ഇതിനകത്ത് ഇനിയും റൈസുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പുലാവിനുള്ള റൈസുണ്ട്. അപ്പം നമ്മളിത് നിറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തോ ചെയ്യാം, ദമ്മിലോട്ട് മാറ്റാം. ദമ്മിലോട്ട് മാറ്റി ഇതിൻ്റെ ഇതൊക്കെ ലിഡിട്ട് ഇതിനെ നമുക്ക് സ്റ്റീം ചെയ്യണം. സ്റ്റീമല്ല, ദം ചെയ്യണം. ഇത് കറക്റ്റാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ദം ചെയ്യാം. വെയിറ്റ് കൂടെ അങ്ങ് ഇട്ടു. ഓക്കെ, ഇനി നമുക്കിതിനെ സ്പീഡിൽ വെക്കാം. ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, ദം റെഡി ആയിട്ടുണ്ട്. ദമ്മിൽ നിന്ന് അതിനെ മറ്റേ ബർണറിലോട്ട് ഞാൻ മാറ്റി നമുക്കിതിനെ ഒന്ന് തുറക്കാം. തുറന്നു. ബിരിയാണി റെഡിയാണ്. നമുക്കിനി ഇതിനെ ഒന്ന് സെർവ് ചെയ്യാം. ഓക്കെ, അപ്പം ഒരു നല്ല പ്ലേറ്റ് എടുത്തു. ഈ ബിരിയാണി സെർവ് ചെയ്യുമ്പം ഇങ്ങനെ കുത്തിയെടുക്കണം. താഴേന്ന് കുത്തിയെടുക്കണം. ഓക്കെ, മുകളിലൊരു നടുക്കൊരു മുട്ട വെച്ചു, പപ്പടം, നാരങ്ങ അച്ചാറ്, പിന്നെ മുകളിൽ കൂടെ ഇച്ചിരി ഇല, ഓണിയൻ വറുത്തത്, കിസ്മിസും. ഓക്കെ, പിന്നെന്തോ വേണം? പിന്നെ ഒരു
റായ്ത്ത, അതായത് ചള്ളാസ് തൈരിൻ്റെ. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയായി. ടേസ്റ്റ് ചെയ്യണ്ടേ? അപ്പം നമുക്കൊന്ന് നോക്കാം ചിക്കൻ വെന്തോ. ചിക്കൻ വെന്തിട്ടുണ്ട്. നോട്ട് ബാഡ്, ഇറ്റ്സ് ഗുഡ്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്യാം നിങ്ങളുടേതായ സ്റ്റൈലിൽ. അപ്പം ഇത് സിമ്പിളായിട്ടുള്ള ഒരു ദം ബിരിയാണിയാണ്. ഇതിനെ ചിക്കനെ വറുത്ത് ഉണ്ടാക്കാൻ പറ്റും, ഷാലോ ഫ്രൈ ചെയ്തു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്.